വളരെ അവിചാരിതമായിട്ടായിരിക്കാം ഒരു പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ക്ഷണിച്ചു വരുത്തുന്നതൊന്നും അല്ല കേട്ടോ, ക്ഷണക്കത്ത് കൊടുത്തിട്ടുമില്ല, പക്ഷെ കയറി വരിക എന്നാ ജീവല്ലേ. അങ്ങനെ പ്രതിസന്ധി വരുമ്പോൾ അതിനെ മറികടക്കാനായിട്ട് നമ്മൾ എപ്പോഴും പരിശ്രമിക്കണം. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഹൗ സ്ലോലി യു ഗോ as long as you don't stop എന്ന് പറഞ്ഞത് ചൈനീസ് ഫിലോസഫറായ കൺഫ്യൂഷ്യസ്. ചില പ്രതിസന്ധി പല രീതിയിൽ കടന്നു വരാം. പരീക്ഷയിലെ പരാജയമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് തകർന്നടിഞ്ഞു പോയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ പ്രണയിച്ച ഒരു പെൺകുട്ടി തേച്ചിട്ട് പോയതായിരിക്കാം. പലതരത്തിലുള്ള പ്രതിസന്ധികളാണ്. ഈ പ്രതിസന്ധി വരുമ്പോൾ ഈ കൺഫ്യൂഷൻസിന്റെ വാക്കുകൾ നമ്മൾ ഓർക്കണം. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഹൗ സ്ലോലി യു ഗോ as long as you don't stop. മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നതാണ് പ്രധാനം. എത്രത്തോളം പതിയെ എന്നതല്ല കാര്യം, പോയിക്കൊണ്ടേയിരിക്കുക, മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. പലപ്പോഴും ജീവിതത്തിൽ എല്ലാം തകർന്നു എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ എന്താണ് അവശേഷിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഇനി എന്താണ് ബാക്കിയുള്ളത്? നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെല്ലാം അന്യം നിന്ന് പോയിട്ടില്ല. നിങ്ങളുടെ ഉറ്റവരെ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഇനിയും ബാക്കിയുണ്ട്. നിങ്ങളുടെ ആരോഗ്യമുണ്ട്, പലതും ബാക്കിയുണ്ട്. ബാക്കിയുള്ളതിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവശേഷിക്കുന്നിടത്തുനിന്ന് വീണ്ടും തുടങ്ങുക. If you can't fly, then run. If you can't run, then walk. If you can't walk, then crawl. But by all means, keep moving എന്ന് എഴുതി വെച്ചത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഓടണം. ഓടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നടക്കണം. നടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇഴഞ്ഞ് മുന്നോട്ട് പോകണം. പക്ഷെ മുന്നോട്ട് പോകുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. പ്രിയം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം തകർന്നെന്ന് ചിന്തിക്കപ്പെടും അവശേഷിക്കുന്നതിനെ കണ്ടെത്തി മുന്നോട്ട് പോവുക എന്നത് പ്രധാനമാണ്. കീപ് മൂവിങ്, മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഇതിനെയും